ഞങ്ങളൊരു വിവരം അറിഞ്ഞു, അത് പറയാമെന്നതാ. ഒരു തന്തയില്ലാ പിറപ്പ് ഇപ്പൊ ഈ കാണിച്ച ഒരു വേല നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ? ഇയാളോ? ഇയാളെന്താ ഇവിടെ? ഇയാളെ എനിക്കറിയില്ല, നിനക്കറിയാടാ? അത് ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. നമസ്കാരം, ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റാണ് വട്ടിയൂർക്കാവ് അജിത് കുമാർ. ഞാൻ അവൾക്കെതിരെ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. എന്താ ടൈമിംഗ്? എന്നാൽ ട്രാൻസ്പോർട്ട് ബസ്സിൽ ആ പെൺകുട്ടിയുടെ അടുത്തിരുന്ന് യാത്ര ചെയ്ത 40-50 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ വീഡിയോ എടുത്തിട്ട് ഈ പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ്? വൈറലാവാൻ വേണ്ടി. അയ്യോ, കാര്യമായിട്ട് പറഞ്ഞുണ്ട്. ഇതിനൊരു അവസാനമില്ലേ? തുടങ്ങിയിട്ടുള്ളൂ. ഈ വൃത്തികെട്ട ട്രെൻഡ് ഇനിയും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. പൊന്നോ, ഒടുക്കത്തെ അഭിനയം. എന്തെങ്കിലുമൊക്കെ ചെയ്ത് വൈറലാവണം പെട്ടെന്ന്. കുരു ബാക്കി നിൽക്കുന്നവൻ എന്നെ കയറി പിടിച്ചെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി അത് വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടാം, വൈറലാവാം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണിത്. കൊട്ടാരക്കര കൊല്ലം KSRTC ബസ്സിൽ വെച്ച് ആ അടുത്തിരിക്കുന്ന ചേട്ടൻ ഈ കുട്ടിയോട് മോശമായി പെരുമാറിയെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. കേട്ടിടത്തോളം മതി. എല്ലാ അസൂയാലുക്കളാ. എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഹായ്, ഞാൻ അപ്സ കേരജി. നിങ്ങൾ എന്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? അങ്ങനെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടിക്ക് മാത്രമേ അത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡന്റ് വീഡിയോ ആയിട്ട് കാണിച്ചു. അതിന്റെ കമന്റ്സിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാ, ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ് കുറേ കമന്റ്സ്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറെ പേരുണ്ടല്ലോ, അവരെന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഇല്ല, ചോദിക്കത്തില്ല. എന്താ? അവർക്ക് കണ്ടന്റ് വേണം. നിങ്ങൾ ഈ വീഡിയോ 100 വട്ടം കണ്ടു നോക്കിയാലും ആ ചേട്ടൻ മോശമായിട്ട് പെരുമാറുന്നത് കാണാൻ പറ്റില്ല. കണ്ടന്റ് ഇല്ലാതിരുന്ന സമയത്ത് പുതിയ കണ്ടന്റ് കിട്ടി, അതുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ വേറെ കുറെ പേര് ആ വീഡിയോ കണ്ട് ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന്. നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലെന്ന്? ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ്സ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ നാളെ ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും എന്ന് പറയുന്നു, അപ്പൊ നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കൂ? അതോ അവരൊന്നും പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്റെ പഴം വിഴുങ്ങി ഇരുന്നേന്ന് ചോദിക്കൂ? അവൾക്ക് തന്തയോ സഹോദരനോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവളുടെ കൂടെ ബസ്സിലോ കാറിലോ ഒന്നും ഇരുന്ന് യാത്ര ചെയ്തത്. ഒരുത്തനെയും കിട്ടിയില്ലെങ്കിൽ അവസാനം നിങ്ങളെ പിടിച്ച് സ്ത്രീ പീഡകനാക്കി. ഞാനോ? നോ വേ. വണ്ടി പോലീസ് സ്റ്റേഷനിലോട്ട് വിടും. ഇയാളാ പറയുമ്പോഴേ സ്കാം ഒക്കെ ചെയ്യുമ്പോഴേ നോക്കി കണ്ടൊക്കെ സ്കാം ചെയ്യട്ടോ. ഈ വക്കീലിന്റെ വീടേതാ? വക്കീൽ വാസുദേവ്. അതെ, നമ്മുടെ വക്കീല്. ഇനി ഏതെങ്കിലും ഒരു സ്ത്രീ നിങ്ങളുടെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു, അവളുടെ ഉദ്ദേശം വൈറൽ ആവുക എന്ന് മാത്രമാണ്. അവൾക്കൊരു സംഭവവും സംഭവിച്ചിട്ടില്ല, നിങ്ങളൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാനഹാനി ഉണ്ടായിരിക്കുകയാണ്. ഈ സിറ്റുവേഷനിൽ പോലീസിൽ പരാതി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ആ പുരുഷന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറ്റും. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 356 ഡിഫമേഷന്റെ ബേസിൽ 2 വർഷം വരെ ജയിലിൽ കിടക്കാവുന്ന കുറ്റമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക.
അതേപോലെ ഈ സ്ത്രീക്കെതിരെ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഡിഫമേഷന് കോമ്പൻസേഷൻ ചോദിച്ചുകൊണ്ട് സിവിൽ റൂട്ടിൽ സിവിൽ കോടതികളെ സമീപിക്കാൻ പറ്റുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. പിന്നെ ഒരു കാര്യം ചെയ്യാം, രാവിലെ വരാം.